അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കും. നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിരച്ചിൽ മാത്രമേ ഇനി സാധ്യമാകൂ എന്ന ഒരു അടിസ്ഥാന വിവരത്തിന്റെ പുറത്താണ് നമ്മൾ അന്ന് തിരച്ചിൽ അവസാനം 4 ദിവസത്തിന് ശേഷമേ ഇനി പുനരാരംഭിക്കൂ എന്ന ഒരു വിവരത്തിന്മേലാണ് നമ്മൾ അന്ന് പിരിഞ്ഞിരുന്നത്. എന്നിരുന്നാലും പിന്നീടുള്ള ഒരു അപ്ഡേഷൻ ഒരു എന്താന്ന് പറഞ്ഞാൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലെ അനാസ്ഥയും അതുപോലുള്ള കാലതാമസവും അതിലുണ്ടായി. അതിലെ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ 2ാം ഘട്ട തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് ഞാനും പിന്നെ ഭാര്യ അഞ്ചും ഇവിടുന്ന് കുടുംബത്തിലെല്ലാവരും KC വേണുഗോപാൽ സാറെ വിളിക്കുകയും ഈ പ്രശ്നങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് തുടങ്ങണം, ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ അവിടെ എത്തുന്നതിന് സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിയിക്കുകയും അത് പ്രകാരം ഞങ്ങൾ പിന്നെ KC വേണുഗോപാൽ സാറിനെ ഡയറക്റ്റ് ബന്ധപ്പെട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് സാറിനെ വിളിച്ചു. സാറിന് ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ രണ്ടാമത് സാർ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയായിരുന്നു ചെയ്തത്. അഞ്ജുവിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സാറിനെ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നെ അല്പസമയത്തിനകം വീണ്ടും കോൾ വന്നത് പറഞ്ഞത് അഞ്ജു പിന്നെ തിരച്ചിൽ വീണ്ടും തുടരും, എൻ്റെ ഉറപ്പാണെന്ന് പറഞ്ഞാൽ ആ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ അതിനുശേഷം 2ാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചു. 2ാം ഘട്ട തിരച്ചിൽ നമുക്കറിയുന്നത് പോലെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. തീർത്തും അത് ഡൈവിംഗ് എന്ന സംവിധാനം മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് നേവി, ഈശ്വർ സംഘം അവർ സംയുക്തമായിട്ട് നടത്തിയിരുന്ന ഒരു തിരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ അന്ന് അർജുൻ്റെതായിട്ടുള്ള വാഹനത്തിന്റെ കയർ കിട്ടി. പിന്നെ മറ്റൊരു വസ്തു കിട്ടി, അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ലായിരുന്നു. ജാക്കി കിട്ടിയത് അത് അർജുൻ്റെ വാഹനത്തിൻ്റെ അല്ല, അത് നമുക്ക് റോങ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അത് അർജുൻ്റെ വണ്ടിയുടേതല്ലായിരുന്നു എന്നുള്ളത് അന്നല്ല അതിന് ശേഷം നമ്മൾ അറിയാൻ പറ്റി. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നതെന്ന് വെച്ചാൽ മുങ്ങൽ സംഘം, അതായത് നേവി ഈശ്വർ സംഘം അറിയിച്ചത് അതീവ ദുഷ്കരമാണ്. വെള്ളത്തിനടിയിൽ പാറകളും മരക്കഷ്ണങ്ങളും അതുപോലെ കമ്പികളും ചെമ്പ് തകിട് വസ്തുക്കളെല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. അതിൽ പ്രകാരം അന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും നമ്മൾ ഡൈവിംഗ് ചെയ്തിട്ട് സാധ്യമല്ല, ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇനിയൊരു തിരച്ചിൽ, അത് മേജർ ഇന്ദ്രബാലൻ സാർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു തിരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന ഒരു ഉപദേശം ആദ്യഘട്ടത്തിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വെക്കാതെ 2ാം ഘട്ടം നമുക്ക് സാധ്യമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ തിരച്ചിലും അങ്ങനെ തന്നെ അവസാനിച്ചു. അങ്ങനെ തന്നെ അവസാനിക്കാൻ കാരണം അന്ന് വൈകിട്ടോടെ ഇവർ ഡ്രഡ്ജിങ് കമ്പനിയുമായിട്ടൊരു മീറ്റിംഗ് വെച്ചു. അത് പ്രാഥമികമായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് ഈ ഡ്രഡ്ജിങ് കമ്പനി ഈ ദൗത്യത്തിനുള്ള കരാർ ഉറപ്പിക്കുകയും 3 ദിവസത്തിന് ശേഷം തുടങ്ങും എന്നൊരു അറിയിപ്പും കിട്ടിയ പ്രകാരം നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരും നമ്മൾ അന്ന് അവിടെ നിന്ന് പിരിഞ്ഞത് പിറ്റേ ദിവസമാണ് നമ്മൾ അറിയുന്നത് ആ ഒരു ഡ്രഡ്ജിന്റെ തുക 1 കോടി രൂപയിലേക്ക് ഉയർത്തി കമ്പനി പറഞ്ഞു. അപ്പം നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് 50 ലക്ഷം രൂപ വരെ അവർക്ക് സാധ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അവരെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു എമൗണ്ട് ആയതിനാൽ ഈ റിപ്പോർട്ട് ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ ലക്ഷ്മിപ്രിയ മാഡം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയും ചെയ്തു. അതിൽ പ്രകാരം പിന്നീടുള്ള നാളുകൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. നിർണായകം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡ്രഡ്ജർ എത്തുവോ ഇല്ലയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിന്നൊരു സമയമായിരുന്നു. പിന്നെ ആ സമയത്താണ് പിന്നെ മഞ്ചേശ്വരം MLA ആയിട്ട് പിന്നെയും ഈ സമയങ്ങളെല്ലാം നമ്മൾ രാഘവേട്ടനായാലും ഈ ശ്രീ മഞ്ചേശ്വരം MLA AK അഷ്റഫ് സാർ ആയാലും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ അപ്ഡേറ്റ്, രാഘവേട്ടൻ 2ാം ഘട്ട തിരച്ചിലെല്ലാം ഓരോ മണിക്കൂറുകളോളം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. AK സാറിനെ ഫോണിലേക്ക് വിളിച്ച് എന്നെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കുടുംബത്തിന് വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ AKMനെ ഈ വിവരം ഞാൻ ധരിപ്പിക്കുന്നത് 1 കോടി രൂപയിലേക്ക് ചിലവ് മാറുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ രാഘവേട്ടനായിട്ട് സംസാരിക്കുകയും പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ശ്രീ സിദ്ധരാമയെ കണ്ട് ഞങ്ങളുടെ ആവശ്യം പിന്നെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് പ്രകാരം തന്നെ അവർ രണ്ടുപേരും ചേർന്ന് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണാനുള്ള ഡേറ്റ് എടുക്കുകയും അതിൽ പ്രകാരം ഞാനും AK അഷ്റഫ് MLAയും അഷ്റഫ് MLAയും രാഘവേട്ടനും കൂടി ബാംഗ്ലൂരിലെത്തിയതിനു ശേഷം ശ്രീ സിദ്ധരാമയെ കണ്ടു. അതിനു മുന്നേ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിരന്തരമായ ഇടപെടലും അതിലുണ്ടായിരുന്നു. നിരന്തരമായിട്ട് അദ്ദേഹം കത്തെഴുതുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് നമ്മൾ
മറക്കാൻ പാടില്ല. അത്രയും അദ്ദേഹവും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അന്ന് തന്നെ ശ്രീ ശശീന്ദ്രൻ മിനിസ്റ്റർ ആയിരുന്നു, റിയാസ് മിനിസ്റ്റർ, എല്ലാവരും ഇതിൽ ആ രീതിയിൽ ഇടപെട്ടിട്ട് ഡ്രഡ്ജർ എത്തിക്കാനുള്ള കാര്യങ്ങൾ കർണാടക ഗവൺമെൻറ് മുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം സിദ്ധരാമയ്യെ കണ്ടു. അദ്ദേഹം തന്ന ഒരു ഉറപ്പ് ഇതായിരുന്നു, ഡ്രഡ്ജർ കൊണ്ടുവരും, ഞങ്ങൾ എന്തായാലും അർജുനെ കണ്ടെത്തുന്ന വരെയുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്ന ഉറപ്പാണ് നമുക്ക് അന്ന് ലഭിച്ചത്. അത് പ്രകാരം അന്ന് രാത്രി തന്നെ കാർവാർ MLA ഞങ്ങളെ വിളിക്കുകയും ഡ്രഡ്ജർ കിട്ടാനുള്ള അനുമതി ലഭിച്ചു, നിങ്ങൾ ധൈര്യമായി നിന്നോളൂ, ഡ്രഡ്ജർ എന്തായാലും എത്തി, അതിനുള്ള നടപടി തുടങ്ങി കഴിഞ്ഞു എന്ന് കാർവാർ MLA ശ്രീ സതീഷ് സേൽ MLA രാഘവേട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ ഇരിക്കുമ്പോഴാണ് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അന്ന് രാത്രി തന്നെ ശ്രീ DK ശിവകുമാറുമായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാഘവേട്ടൻ ഫോണിൽ സംസാരിക്കുകയും ഇതേ കാര്യം ആവശ്യിക്കും, എന്തായാലും ഡ്രഡ്ജർ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പും ലഭിച്ചു. മഞ്ചേശ്വരം MLA അന്ന് അവിടെ തുടരുകയും പിറ്റേ ദിവസം DK ശിവകുമാറിനെ കണ്ട് ഈ ആവശ്യം നേരിൽ കണ്ട് പിന്നെയും ബോധിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. അത് പ്രകാരം തന്നെ നമുക്ക് ഡ്രഡ്ജിങ് തുടങ്ങുകയും ചെയ്തു. ഡ്രഡ്ജിങ് തുടങ്ങി 25-ാം തീയതി അർജുൻ്റെ വാഹനം ഉയർത്തുകയും അതിലെ ഏറ്റവും നമുക്ക് അനുകൂലമായ കാര്യം അർജുൻ അതിലുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മാനസികാവസ്ഥ, ഇനി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അർജുന് അതിന് ലഭിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാനസികമായിട്ട് ഞങ്ങൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ത് പറഞ്ഞാൽ അർജുൻ അതിൽ ഉറങ്ങുന്നുണ്ട്, അതിലുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കൃഷ്ണപ്രിയ ആയിരുന്നാലും എപ്പോഴും അതന്നെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുനായിട്ട് അതിനല്ലാണ്ട് വേറെ ഒട്ടും പോവില്ല എന്നുള്ളത് അവൾ തന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അവൾ മാത്രമല്ല, എല്ലാവരും അത് തന്നെയാണ്. അതിന് മുന്നേ പാസ് ചെയ്ത അവിടുന്ന് ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നത് അർജുൻ അതിൽ ഉറങ്ങാൻ തന്നെയാണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിനെ അത് ഇത്രയും ഒരു വൈകാരികമായിട്ട് നിൽക്കുന്ന ഈ സംഭവത്തിലേക്ക് എത്തിച്ച് അർജുൻ അതിലുണ്ടാകും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അർജുനെ കിട്ടി. പിന്നെ 2 സംസ്ഥാന സർക്കാരുകളെയും നല്ല എന്താ പറയുക, ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്ത്യാർപ്പനാണ് അർജുന് ലഭിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കരുതിയിരുന്നത് മാധ്യമങ്ങളിലും കാണേണ്ട എല്ലാ വിവാദങ്ങളും കെട്ടഴിഞ്ഞു, അർജുനെ ലഭിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞു പൊതുസമൂഹത്തിനോട് നന്ദി. അതിനെ പിറ്റേന്നായിരുന്നു 5 മാധ്യമങ്ങൾ കണ്ടത്, ഈ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി. അതിൽ കുറേ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നത്. അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം. പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തിരുന്നു.